ആരോ ആക്രിക്കടയിൽ കൊടുത്ത് ഒഴിവാക്കിയ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഇത് ഞാനിവിടെ ആക്രിക്കടയിൽ നിന്നും 50 രൂപ കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വീണ്ടും വർക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഞാനിവിടെ വാങ്ങിയത് തൊടുപുഴ എടവട്ടി ഭാഗത്തുള്ള ആക്രിക്കടയിൽ നിന്നാണ്. നമ്മളിവിടെ ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ റീസ്റ്റോറേഷൻ വീഡിയോസിനുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ നമ്മൾ മേടിക്കുന്നത് ഈ ഒരു ആക്രിക്കടയിൽ തന്നെയാണ്. ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആക്രിക്കടയിൽ നിന്ന് മേടിച്ചപ്പോൾ ഇതിൻ്റെ ചാർജിങ് സോക്കറ്റ് പൊട്ടി അടർന്നു പോയൊക്കെ ഞാൻ കണ്ടിരുന്നു. അത് കണ്ടുകൊണ്ട് തന്നെയാണ് മേടിച്ചേക്കുന്നത്. മിക്കവാറും ഉള്ള എല്ലാ ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്കും കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ബോർഡിൽ നിന്നും ചാർജിങ് സോക്കറ്റ് പൊട്ടി അടർന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡാമേജ് ആയ ചാർജിങ് സോക്കറ്റൊക്കെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആക്രിക്കടയിൽ നിന്ന് മേടിച്ച ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പം ഈ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെയുള്ള റീസ്റ്റോറേഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ആക്രിക്കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന ഇതുപോലുള്ള ഐറ്റംസ് ഇതെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കി എല്ലാം കഴുകി ക്ലീൻ ആക്കി ഡ്രൈ ആക്കി എടുത്തിട്ട് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ കംപ്ലയിൻറ്റുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കാറുള്ളൂ, അതുപോലെ പരിഹരിക്കാൻ ശ്രമിക്കാറുള്ളൂ. അതുപോലെ മിക്കവാറുള്ള ബ്ലൂടൂത്ത് സ്പീക്കറുകളൊക്കെ നമ്മൾ അഴിക്കാൻ നോക്കിയാലും ഇതിൻ്റെ സ്ക്രൂ ഒന്നും പുറമേ കാണുന്ന രീതിയിലായിരിക്കില്ല ഇതിൻ്റെ ഫിറ്റിങ്. മിക്ക മോഡലിൻ്റെയും സ്പീക്കർ ഗ്രില്ലിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും സ്ക്രൂ എല്ലാം വരുന്നത്. ഈ ഒരു മോഡലിനും അങ്ങനെയാണ്. ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രില്ലൊക്കെ പെയിൻ്റ് അടിച്ച് സെറ്റപ്പ് ആക്കി എടുക്കാനുള്ളതാണ്. പിന്നെ ഇങ്ങനെയുള്ള ബ്ലൂടൂത്ത് സ്പീക്കറുകളുടെ എല്ലാം സ്പീക്കർ കുറേ നാൾ കഴിയുമ്പം ഇതിൻ്റെ ഈ റബ്ബർ ബീഡിങ് ഈ കാണുന്ന പോലെ വെണ്ട് കയറിപ്പോവും. അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്കിത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല, നമുക്ക് ഈ ഒരു സ്പീക്കർ മാറിയിട്ട് പുതിയ സ്പീക്കർ വെക്കാൻ മാത്രമാണ് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ റബ്ബർ ബീഡിങ് പോയാലും സ്പീക്കർ വർക്ക് ചെയ്യും, പക്ഷേ സൗണ്ടിന് ഒരു ക്ലാരിറ്റി കിട്ടില്ല. സൗണ്ട് അത്യാവശ്യം കൂട്ടുന്ന സമയത്ത് സൗണ്ട് നല്ല രീതിയിൽ പതറിപ്പോവും. ഇത് കാലപ്പഴക്കത്തിനനുസരിച്ച് സ്പീക്കറുകൾക്കൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നമാണിത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കിതെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയുള്ള റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിനുണ്ടാകുന്ന കംപ്ലയിൻറ്റ് ഇതെങ്ങനെയാണ് പരിഹരിക്കുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളുടെ കയ്യിലും ഇതുപോലെ കംപ്ലയിൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ കൊണ്ട് സ്വയം ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമ്മളിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഉപയോഗിച്ചേക്കുന്നത് 3.7 വോൾട്ടിൻ്റെ പരന്ന ടൈപ്പിലുള്ള ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററിയും ഡാമേജ് ആയിട്ടുണ്ട്, ഇതും ചെറുതായിട്ട് ബൾജ് അയക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ചാർജിങ് സോക്കറ്റ് പൊട്ടി അടർന്നു പോയതുകൊണ്ട് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ പിന്നീട് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാതായതുകൊണ്ടാണ് ഈ ഒരു ബാറ്ററി ഇതുപോലെ ഡാമേജ് ആയത്. അപ്പോൾ ഈ ഒരു ബാറ്ററി എന്തായാലും നമുക്കിനി റീയൂസ് ചെയ്യാൻ കഴിയില്ല. ഈ ഒരു ബാറ്ററിയുടെ ഉള്ളിൽ BMS ബോർഡ് ഉണ്ടാകും. ആ ഒരു BMS ബോർഡ് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ കഴിയും വേറെ സെല്ലുകളിൽ. അത് നമുക്ക് പിന്നീട് ഈ ഒരു സെല്ലിൽ നിന്നും കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളിതെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മളിത് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഫോം ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ ഒരു ഫോം ക്ലീനറിന് 150 രൂപ താഴെയുള്ളൂ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിച്ച് നോക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് നന്നായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ബോഡി കാണുന്നതാണ്. അപ്പോൾ ഇതിൽ ചാർജിങ് സോക്കറ്റാണ് അടർന്നു പോയത്. അപ്പോൾ ഈ ഒരു ബോർഡിന് വേറെ കംപ്ലയിൻറ്റുകളൊന്നും കാണില്ല. ഈ ഒരു ചാർജിങ് സോക്കറ്റ് അടർന്നു പോയതുകൊണ്ട് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാതെ ആയപ്പം ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഒഴിവാക്കിയതായിരിക്കും. ഫോം ക്ലീനർ ഉപയോഗിച്ച് ആദ്യം ഇതെല്ലാം ഒന്ന് റഫായിട്ട് ക്ലീൻ ചെയ്തെടുക്കുവാണ്. അത് കഴിഞ്ഞിട്ടാണ് വെള്ളം ഉപയോഗിച്ച് കഴുകി ക്ലീൻ ചെയ്തെടുക്കുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മളിതെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ 2 ഗ്രില്ലും റീപെയിൻറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഈ 2 ഗ്രില്ലും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് അടർന്നു പോയ ചാർജിങ് സോക്കറ്റ് അത് റെഡിയാക്കി എടുക്കാം. ഈ ഒരു ബോർഡിലുണ്ടായിരുന്ന പഴയ ചാർജിങ് സോക്കറ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിലുണ്ടായിരുന്ന സ്പീക്കറിൻ്റെ മാഗ്നറ്റിൽ ഒട്ടിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പഴയ സോക്കറ്റ് തുരുമ്പെടുത്ത് പോയതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുന്നില്ല, പുതിയ സോക്കറ്റാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡുകളിലെ ചാർജിങ് സോക്കറ്റ് അടർന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് രണ്ട് രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒന്ന് ബോർഡിലുണ്ടായിരുന്ന അതേ ടൈപ്പ് ചാർജിങ് സോക്കറ്റ് പുതിയതൊന്ന് മേടിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ഇതുപോലുള്ള പല ടൈപ്പിലുള്ള ചാർജിങ് സോക്കറ്റുകൾ മേടിക്കാൻ കിട്ടും. ഇതിന് 10 രൂപയേ ഉള്ളൂ. ഇനി ഇതുപോലുള്ള ചാർജിങ് സോക്കറ്റ് ബോർഡിലേക്ക് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ കാണുന്ന പോലത്തെ ചാർജിങ് സോക്കറ്റ് ഉപയോഗിക്കാം. ഈ ടൈപ്പ് സോക്കറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് വയറിലുണ്ട്, സോൾഡർ ചെയ്ത് ഉപയോഗിക്കാൻ എളുപ്പമുണ്ട്. പക്ഷേ അധികം നാൾ നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഈ സോക്കറ്റ് കംപ്ലൈൻ്റ് ആയി പോകും. പിന്നെ ഈ ടൈപ്പ് സോക്കറ്റിന് പ്രത്യേകം വേറെ ഒരു ഹോൾട്ട് എടുക്കണം. പിന്നെ ഇത് പിടിപ്പിച്ചാലും കാണാനും വലിയൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളിന്നിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ബോർഡിലുണ്ടായിരുന്ന പഴയ സോക്കറ്റ് പോലെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള മൈക്രോ USB ചാർജിങ് സോക്കറ്റ് ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളിൽ കിട്ടുന്നതാണ്. ഇതിന് 10 രൂപയുള്ളൂ. ഇതുപോലുള്ള 2 പിന്നുള്ള ചാർജിങ് സോക്കറ്റുകൾ മേടിക്കാൻ കിട്ടും. അതാകുമ്പോൾ ഉപയോഗിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിലേക്ക് നമുക്കിനി പുതിയൊരു ചാർജിങ് സോക്കറ്റ് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ബോർഡിലുള്ള പ്രിൻറ്റ് ഇതിൻ്റെ ഒരു കോട്ടിങ് കുറച്ചൊന്ന് ചിരണ്ടി കളയണം. എങ്കിലാണ് ഇതിലേക്ക് ലെഡ് പിടിക്കുകയുള്ളൂ. അങ്ങനെ ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള പ്രിൻറ്റിൻ്റെ കോട്ടിങ് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് ഈ ഒരു ചാർജിങ് സോക്കറ്റ് സോൾഡർ ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചാർജിങ് സോക്കറ്റുകളിലൊക്കെ പിന്നുകൾ വളരെ ചേർന്നിരിക്കുന്നതുകൊണ്ട് നമുക്കിത് നോർമൽ സോൾഡറിംഗ് ആണ് ഉപയോഗിച്ച് സോൾഡർ ചെയ്യാൻ കഴിയില്ല. ഇതുപോലുള്ള വലിയ സോൾഡറിംഗ് ആയിട്ട് ബിറ്റിന് സൈസ് കൂടുതലായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയില്ല. ഈ കാണുന്നതിലുള്ള 12 വോൾട്ട് DC വർക്ക് ചെയ്യുന്ന ഇതുപോലെ ചെറിയ പോയിന്റ് പോലെയുള്ള ബിറ്റ് വരുന്ന സോൾഡറിംഗ് ആണ് ഉപയോഗിച്ച് നമുക്കിത് സോൾഡർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു മോഡൽ സോൾഡറിംഗ് ആണ് 90 രൂപയ്ക്കേ ഉള്ളൂ. ഇത് മേടിക്കാനുള്ള ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. ഫ്ലിപ്കാർട്ടിൽ വില കൂടുതലാണ്, ആമസോണിൽ വില കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് സോൾഡർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യമേ ഇതിൽ കുറച്ച് സോൾഡറിംഗ് ഫ്ലെക്സ് അപ്ലൈ ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ലെഡ് ആക്കി കൊടുക്കണം അയൺ ഉപയോഗിച്ച്. അപ്പോൾ ഇതുപോലെ ബോർഡിലേക്ക് ആദ്യമേ കുറച്ച് ലെഡ് ആക്കുവാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് സോക്കറ്റ് വെച്ച് വേഗം തന്നെ സോൾഡ് ചെയ്തെടുക്കാൻ കഴിയും. ഇനി അടുത്തായിട്ട് ഈ ഒരു ചാർജിങ് സോക്കറ്റ് ബോർഡിലേക്ക് പിന്നോട്ടെല്ലാം കറക്റ്റായിട്ട് നോക്കി വെച്ചാൽ മതി. ഈ ഒരു സോക്കറ്റിൻ്റെ പിന്നുകളിലേക്കും കുറച്ച് സോൾഡിങ് ഫ്ലെക്സ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും, വേഗം ലെഡ് പിടിക്കാൻ സഹായിക്കും. പിന്നെ അടുത്തായിട്ട് ഈ പിന്നെല്ലാം കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ സോൾഡിംഗ് ആണ് ഉപയോഗിച്ച് ഓരോ ലെഗുകളായിട്ടും സോൾഡ് ചെയ്തെടുത്താൽ മതി. ചാർജിങ് സോക്കറ്റുകളിലേക്ക് പിന്നുകൾ വളരെ ചെറുതായതുകൊണ്ടും അതുപോലെ വളരെ ചേർന്നിരിക്കുന്നതുകൊണ്ടും നമുക്ക് ഇതുള്ള DC സോൾഡിംഗ് ആണ് ഉപയോഗിച്ച് മറ്റുള്ള പിന്നുകളൊന്നും ഷോർട്ട് ആകാത്ത രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് സോൾഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. മിക്കവാറും ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പഴയ ചാർജിങ് സോക്കറ്റ് അടർന്നു പോയപ്പോൾ ഇത് നന്നാക്കി കിട്ടാതായപ്പോൾ മിക്കവാറും ഇത് ഉപേക്ഷിച്ചൊക്കെയായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ചാർജിങ് സോക്കറ്റുകളൊക്കെ അടർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് കടയിലേക്ക് കൊണ്ട് കൊടുത്താൽ എല്ലാവരും റിപ്പയർ ചെയ്ത് തരണമെന്നില്ല. അതുപോലെ മൊബൈൽ ഷോപ്പിലൊക്കെ കൊടുത്താലും എല്ലാ ഷോപ്പുകാരും ചെയ്ത് കൊടുക്കില്ല. ഇതൊക്കെ റെഡിയാക്കി കൊടുത്താലും വലിയ കാര്യമായിട്ടുള്ള പൈസ മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ആളുകൾ ഒഴിവാക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു സോൾഡറിംഗ് ഞാൻ മേടിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് 12 വോൾട്ട് DC വർക്ക് ചെയ്യുന്ന മൈക്രോ സോൾഡറിംഗ് ആണ്. 15 വാട്ട്സ് ആണ്. ഞാനിത് തൊടുപുഴയിലുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചപ്പോൾ 90 രൂപയാണ് ആയത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിൽ നടന്നു പോയ ചാർജിങ് സോക്കറ്റ് പുതിയ തോരണം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോർഡിലേക്ക് ഞാനൊന്ന് ചാർജർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ്. ഈ ഒരു ബോർഡിലെ ചാർജിങ് സോക്കറ്റ് നമ്മൾ പിടിപ്പിച്ച് ഓക്കെ എന്നറിയാനായിട്ട്. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ബോർഡിലെ ചാർജിങ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പഴയ ബാറ്ററി ഇത് കംപ്ലൈൻ്റ് ആയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കവർ റിമൂവ് ചെയ്ത് ഈ ഒരു ബാറ്ററിയുടെ ഉള്ളിൽ തന്നെയുള്ള BMS നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതിലിപ്പം ഈ ഒരു സെല്ലാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളൂ. ഈ ഒരു BMS നല്ലതാണ്. അപ്പോൾ ഈ ഒരു BMS നമുക്ക് വേറെ സെല്ലിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു പഴയ ബാറ്ററിയിൽ നിന്നും BMS ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ BMS ബോർഡ് തന്നെയായിട്ട് മേടിക്കാൻ കിട്ടും. ഇനി ഇതിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കുറച്ചും കൂടി കപ്പാസിറ്റി കൂടിയ റൗണ്ട് ടൈപ്പ് ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററി കറക്റ്റായിട്ട് ഇതിൽ ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു BMS ബോർഡ് നമുക്കിനി ബാറ്ററിയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പം ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള B+, B- ഇത് കറക്റ്റായിട്ട് ഇതിലേക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ബോർഡ് വളരെ ചെറുതായതുകൊണ്ട് ഈ ഒരു ബോർഡിലുള്ള എഴുത്തൊക്കെ ചിലപ്പോൾ വീഡിയോയിൽ കൃത്യമായിട്ട് കാണുന്നില്ല. ഈ ഒരു ബോർഡിൽ ഇപ്പം റെഡ് വയർ കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു സൈഡിലുള്ള ലെഗ് തന്നെയാണ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ ഈ കാണുന്ന പോലെ ബാറ്ററിയിലേക്ക് BMS കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് സ്പീക്കറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതുള്ള ബാറ്ററി നമുക്ക് മേടിക്കാൻ കിട്ടും പുതിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററി ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം ഓണാക്കി. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ ഇത് ഓണായി വന്നിട്ടുണ്ട്. അപ്പം ബോർഡിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇതിൻ്റെ ചാർജിങ് സോക്കറ്റ് അടർന്നു പോയതായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ബാക്കി ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു ബോർഡിൽ പിടിപ്പിച്ച പുതിയ ചാർജിങ് സോക്കറ്റ് ഇത് കറക്റ്റ് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാമെന്നുള്ളൊന്ന് പരിശ്രമിച്ചാൽ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഇതിൽ നിന്ന് അഴിച്ചെടുത്തെല്ലാം പഴയതുപോലെ തന്നെ എല്ലാം റീസെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്ക് ഈ 2 ഗ്രില്ലും കൂടിയാണ് ഇതിലേക്ക് ഇടാനുള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഫൈനലായിട്ട് ഈ കാണുന്ന രീതിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വർക്ക് ചെയ്യിച്ചുകൂടി ഒന്ന് കാണിക്കാം. കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ പാട്ടൊന്നും പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തത്. Bluetooth device is ready to pairs. Radio mode. Music play mode. അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ ചെറിയ കംപ്ലൈൻറ്റ് വരുമ്പോൾ ഒഴിവാക്കി കളയാതെ ഇതൊക്കെ നമുക്ക് തന്നെ ശ്രമിക്കുകയാണെങ്കിൽ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്ന് തീരെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.